ഉത്തർപ്രദേശിൽ വീണ്ടും ക്ഷേത്രത്തിനകത്ത് ലൈംഗിക അതിക്രമം നടന്നതായി റിപ്പോർട്ട്. ആഗ്രയിലെ ഒരു ക്ഷേത്രത്തിനകത്ത് വെച്ച് 5 വയസ്സുകാരിയെ അയൽവാസി ബലാത്സംഗത്തിന് ഇരയാക്കിയതായി പരാതി ലഭിച്ചു. ഈ കുട്ടി ക്ഷേത്രത്തിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ അയൽവാസിയായ യുവാവ് കുട്ടിയെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആ ക്ഷേത്രത്തിനകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. അതിക്രമത്തിന് പിന്നാലെ പെൺകുട്ടി കരഞ്ഞ് നിലവിളിച്ചതോടെ പെൺകുട്ടിയുടെ കുടുംബം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മെയ് 18-നാണ് ഈ അതിക്രമം നടന്നത്. അത് മാത്രമല്ല, ഈ കുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി പ്രചരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പ്രതിയായ പവിത്രയെ കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതി സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടിയുടെ മുത്തശ്ശിയെ പിടിച്ച് തള്ളി മാറ്റിയിരുന്നു. അതോടെ അവരും ശബ്ദമുണ്ടാക്കി ഉറക്കെ വിളിച്ചതോടെ പ്രദേശവാസികൾ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു. അവരാണ് ഇയാളെ പിടികൂടി പോലീസിന് കൈമാറിയത്. എന്നാൽ ഈ പ്രതി മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് പോലീസ് വിട്ടയച്ചത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായി. പ്രതിയുടെ മാനസികാവസ്ഥ ശരിയില്ലെന്ന് പ്രതിയുടെ കുടുംബം പോലീസിനോട് പറഞ്ഞിരുന്നു. അത് കേട്ടപാടെ പോലീസ് ഇയാളെ വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ലൈംഗിക ആക്രമണത്തിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്. ഇയാൾ നടത്തിയ ക്രൂരത വെളിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ വന്നതിനെ തുടർന്ന് വീണ്ടും പോലീസ് പവിത്രയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളൊരു മെഡിക്കൽ സ്റ്റോറിലെ ജോലിക്കാരനാണ്. ഇയാൾക്ക് മാനസിക വെല്ലുവിളി ഇല്ലെന്ന് പോലീസ് പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഇതുപോലുള്ള സംഭവങ്ങൾ നിത്യേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ ബീഹാറിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായും ഉണ്ടാകുന്നത്. എന്ന് കരുതി മറ്റുള്ള സംസ്ഥാനങ്ങളും ഒട്ടും പിന്നിലല്ല. 2 ദിവസം മുമ്പാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരു മഠാധിപതി അറസ്റ്റിലായത്. കർണാടകയിലെ റായ്ബാഗ് താലൂക്കിലെ മേഘാലി ഗ്രാമത്തിലുള്ള രാമമന്ദിർ മഠാധിപതി ഹത്യോഗി ലോകേശ്വർ സ്വാമിയാണ് പിടിയിലായത്. മെയ് 13-ന് പെൺകുട്ടി ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങുമ്പോഴാണ് സംഭവം. സുരക്ഷിതമായി വീട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ഈ സ്വാമി റായ്ചൂരിലെ ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് ബാഗൽകോട്ട് വനിതാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഈ സ്വാമിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ നാട്ടുകാർ ആ മഠത്തിൽ കയറി പരിശോധന നടത്തി. മാരക ആയുധങ്ങളും മറ്റു വസ്തുക്കളുമാണ് നാട്ടുകാർ അവിടെ കണ്ടെത്തിയത്. മഡ്ക നമ്പർ പ്രവചനം പോലുള്ള നിയമവിരുദ്ധ ചൂതാട്ട പ്രവർത്തനങ്ങളിലും ഈ സ്വാമി ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്.